കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് റേക്കിയും പ്രാണിക് ഹീലിങ്ങും എങ്ങനെയൊക്കെ മനുഷ്യന് പ്രയോജനമുള്ളതായിത്തീരുന്നു എന്നാണ്. അതിനുവേണ്ടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇന്നത്തെ യുവതലമുറ ഒരു 75-80% ചിന്തയില്ലാതെ വെറും പ്രകടനാത്മകമായ രീതിയിൽ പ്രതികരിക്കുന്നവരാണ്. ചിന്തയില്ല. ആരെങ്കിലും ഒരു വിഷയം ഇട്ടുകൊടുത്താൽ മതി, അതും പൊക്കി പിടിച്ച് നടന്നോളും എത്ര കാലം വേണമെങ്കിലും. ചിന്തയില്ല. കാര്യത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചിന്തിക്കാനുള്ള ശേഷി കാണുന്നില്ല. അതില്ലാഴികയല്ല, അവരെ ഓരോ വഴിക്ക് ഓരോരുത്തർ തിരിച്ചു വിടുക. അവിടെ ചിന്തയില്ലാതെ വെറുതെ കളിപ്പാവകളായിട്ട് വിലസുന്ന ചെറുപ്പക്കാരെ ഓർക്കുമ്പോൾ ദുഃഖം തോന്നും ആർക്കും. ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് എനിക്കത് ദുഃഖകരമായിട്ട് തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളും പ്രകടനാത്മക മാത്രമാണ്. ചിന്ത അല്പം ലേശം കാണുന്നില്ല. ഇതൊക്കെ വേണ്ട പോലെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഈ പ്രാണിക് ഹീലിങ്ങും റേക്കി ഹീലിങ്ങും ഒക്കെ യോഗ തന്നെയാണ്. യോഗ, മെഡിറ്റേഷൻ, ഇതിൻ്റെയൊക്കെ ഗുണം തന്നെ കിട്ടുന്നതാണ് ഈ രണ്ട് സമ്പ്രദായങ്ങൾ. യോഗ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളിന് ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ വളരെയധികമാണ്. വ്യക്തിത്വം തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അതുവരെയുള്ള എല്ലാ പോരാഴികളും നികന്ന് ചിന്തയുള്ളവനായി അതീന്ദ്രിയ ബോധം, 5 ഇന്ദ്രിയങ്ങൾക്കപ്പുറം കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷിയുള്ളവരായി മാറും. അതിലൂടെ ലോകം കീഴടക്കാൻ പറ്റും. ഇന്ന് ലോകത്തിൽ കാണുന്ന മഹാന്മാരായ എല്ലാ വ്യക്തികളും ഇതുപോലുള്ള രംഗത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ. മോദി അത് പ്രകടമായിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്നുവെന്ന്, അതിന് ഗുണമുണ്ടെന്നും. എല്ലാവരും പറയുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാ രംഗങ്ങളിലും വികസിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴത് മനസ്സിലാകും എന്താ അതിൽ സംഭവിക്കുന്നതെന്ന്. ചിന്തയില്ലാതെ വെറും പ്രകടനം മാത്രം കാഴ്ചവെക്കുന്ന ഒരു ജനവിഭാഗത്തെ കൊണ്ട് ഒരു രാജ്യത്തിന് ഒരു ഗുണവുമില്ല. അവർ ഇങ്ങനെ താളാത്മകമായിട്ട് ജനിക്കുന്നു, ആഘോഷിക്കുന്നു, അവരവരുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നു. ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ചിന്തിക്കുക, നല്ലപോലെ ആലോചിക്കുക. ഒരു 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 മാറ്റത്തിന് സമയമുണ്ട്, ഓർക്കുക. അങ്ങനൊരു രീതിയിൽ മുന്നേറുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. ഞാനിത് പറഞ്ഞത് ഈ രണ്ട് സമ്പ്രദായങ്ങൾ, റേക്കിയും പ്രാണിക് ഹീലിങ്ങും യോഗ തന്നെയാണ്. ശരിയായ യോഗയാണ്, പ്രാണായാമമാണ്, മെഡിറ്റേഷനാണ്. മതങ്ങൾക്കൊക്കെ വളരെ മടങ്ങ് മുൻപിൽ നിൽക്കുന്നവയാണ്. മതങ്ങളെല്ലാം പഴഞ്ചനാണ്. അത് അനേകായിരം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യനെ പുരോഗമിച്ച് വരുന്ന ഒരു കാലത്ത് അത് വേണമായിരുന്നു. കളിപ്പാട്ടൻ കുട്ടികൾക്ക് ആവശ്യമാണല്ലോ ചെറുപ്പത്തിൽ, അതുപോലെ ഇപ്പോൾ അത് ആവശ്യമില്ല. ഇപ്പം കൗമാരം കഴിഞ്ഞു. ഇനിയിപ്പം കളിപ്പാട്ടവും കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. മതതത്വങ്ങൾ പാടെ അവഗണിക്കുക, പുതിയ ചിന്തയിലേക്ക് വരിക, പ്രായോഗിക ചിന്തയിലേക്ക് വരിക, വന്ന് മുന്നേറുക വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയമായിട്ടും ഈ രീതിയിൽ മെഡിറ്റേഷൻ മാത്രം മതി. എങ്ങനെയും ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാൻ പറ്റും. എത്ര പ്രാപ്തി കുറഞ്ഞെന്ന് തോന്നിയാലും പ്രാപ്തി കുറഞ്ഞൊരു വിഭാഗം ലോകത്തിൽ മനുഷ്യൻ്റെ കൂട്ടത്തിൽ ജനിച്ചിട്ടില്ല. അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ കുറവ് കൊണ്ടും ചിട്ടപ്പെടുത്തലിൻ്റെ കുറവ് കൊണ്ടും നല്ല ഡയറക്ഷൻ ഇല്ലാഴിൻ്റെ കുഴപ്പമൊക്കെയാണ്. മതങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗത്തിനും വേണ്ടത്ര വികാസം വരികയില്ല. ഈ രാമായണമോ ഭാഗവതമോ ഭാരതമോ കാണാതെ പഠിച്ചുകൊണ്ടോ അത് കക്ഷത്ത് വെച്ചുകൊണ്ടോ ഒരു കാര്യമില്ല. തുടർച്ചയായ ആരാധന ക്രമത്തിൽ പങ്കുചേർന്നിട്ടും കാര്യമില്ല. ചിന്തിക്കാൻ പഠിക്കുക. വായിച്ച കാര്യങ്ങൾ, ഗ്രഹിച്ച കാര്യങ്ങൾ മനസ്സിലിട്ട് വിശകലനം ചെയ്യുക. അങ്ങനൊരു രീതിയിൽ മുന്നേറിയെങ്കിൽ മാത്രമേ മുന്നേറാൻ പറ്റൂ.
ജീവിതത്തിന് അർത്ഥം വരുള്ളൂ. നല്ല വിദ്യാഭ്യാസം ഉണ്ടായാലും ചിന്തയില്ലാത്ത മനുഷ്യനെ കൊണ്ടെന്ത് കാര്യം? ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി കാണാതെ പഠിച്ച് എഴുതി അല്ലെ കണ്ടുപഠിച്ച് എഴുതി ഭാഗ്യം കൊണ്ടും മറ്റുമൊക്കെ പാസ്സായി വരുന്ന ഒരു സമൂഹത്തിനെ മനുഷ്യന് പ്രയോജനപ്പെടുത്തുന്നവരല്ല. രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ പ്രപഞ്ചത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ പിടിച്ചു വളർത്തുന്ന തേനീച്ചയ്ക്ക് വരെ അസുഖം വന്നു പാടെ നശിക്കുന്നു. പശുക്കൾക്കും എരുമയ്ക്കും ആനയ്ക്കും രോഗം വരുന്നു, ചികിത്സ വേണ്ടി വരുന്നു. കോഴിക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, താറാവിനുണ്ടാകുന്നു. മനുഷ്യൻ പിടിക്കാത്ത ഇപ്പം മുഴുവൻ കാട്ടിലുണ്ട്. ഒന്നിനും ഒരു കുഴപ്പമില്ല. ഞാൻ ഒത്തിരി കാലം ഒരു വനത്തിന് സമീപം താമസിക്കേണ്ട ഒരു അവസരം വന്നിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ജീവി ഒരു പ്രശ്നവും ഒരു രീതിയിലും ചത്തു കിടക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല എവിടെയെങ്കിലും ഒരിക്കലും. നമ്മൾ വളർത്തുന്നതാണെങ്കിൽ നമ്മളതിനെ പുറകെ നടക്കണം. ഒരു കുട്ടി ഉണ്ടായാൽ ഒരു 3 വയസ്സ് വരെ അതിന് പുറകെ നിൽക്കണം. അതിനേക്കാൾ വലിയ ഒരാനയുടെ കുട്ടിയോ കുതിരയുടെ കുട്ടിയോ പശുവിൻ്റെ കുട്ടിയോ ഏതാനും മിനിറ്റുകൾ മതി സ്വയം പര്യാപ്തതയിലെത്താൻ. അതേ ഒരു രീതി നമ്മളിലെല്ലാം ഉണ്ട്. ഇത് മനുഷ്യനിലും ഉണ്ട്. ചെറുപ്പം മുതലേ മനുഷ്യനെ ആവശ്യമില്ലാതെ വെയിൽ കൊള്ളരുത്, കുഴപ്പമാണ്. ഇതിൽ കൂടുതൽ പ്രശ്നം മനുഷ്യന് വരാനില്ല. കാറ്റ് കൊള്ളരുത്, എപ്പോഴും ഒരു കമ്മ്യൂണി വിട്ടുകൊണ്ട് നടക്കാവുള്ളൂ. കാലി ചവിട്ടരുത്, എപ്പോഴും ചെരുപ്പിട്ടേ നടക്കാവുള്ളൂ. തൊപ്പി എപ്പോഴും ഉണ്ടാവണം, ഇല്ല വെയിൽ കൊള്ളേണ്ടി വരും. ഇതൊക്കെ ഒഴിവാക്കി പ്രകൃതിയുമായിട്ടൊന്ന് ചേർന്ന് ജീവിച്ച് നോക്കി, യാതൊരു പ്രശ്നവുമില്ല, ഒരാരോഗ്യ പ്രശ്നവും ഉണ്ടാവുകയില്ല. എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് 90 വയസ്സ് ഒരിക്കലും ഒരു മരുന്ന് പോലും വാങ്ങാത്ത, മരുന്ന് കഴിക്കാത്ത ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. നമ്മളവരെ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ആവശ്യമില്ലാത്ത ചികിത്സയും അതിൻ്റെ പ്രശ്നങ്ങളുമാണ് നമ്മൾ ഏറ്റുവാങ്ങുന്നത്. ചികിത്സിച്ച് പൂർണ്ണമായ ആരോഗ്യം വന്ന് ആരെയും കാണാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. തനിയെ പ്രകൃതിയുമായിട്ടൊന്ന് അടുത്ത് കഴിയുമ്പം നമ്മളിലുള്ള ഈ 6ാമത്തെ ഇന്ദ്രിയം ഉണർന്നു വരും. ജീവജാലങ്ങൾക്കതറിയാം, 6ാമത്തെ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നുണ്ട് അവരിൽ. നമ്മളുടെ ഈ ബോധതലത്തിൻ്റെ തള്ളൽ കാരണം നമ്മളതങ്ങ് ആദ്യമൊക്കെ അവഗണിച്ച് അങ്ങ് മറന്നുപോയി. ഒരു കൊടുങ്കാറ്റ് വരികയാണെങ്കിൽ ഒരു ജീവിയും അതിൻ്റെ ആഘാതം കൊണ്ട് മരിക്കുന്നില്ല. അത് ആ സ്ഥലത്ത് ഒന്ന് മാറി നിൽക്കും. ഒരു വെള്ളപ്പൊക്കം വരികയാണെങ്കിൽ അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ജീവജാലങ്ങൾക്ക് മാറിപ്പോകും. വലിയ തിരയടിച്ചാൽ പോലും കടൽ തീരത്തുള്ള വഴിയിൽ നിന്ന് ഒരു ജീവിക്ക് ഒരു ദോഷവും വരികയില്ല. എല്ലാം മുൻകൂട്ടി ഒരു ധാരണയിലെത്താൻ എല്ലാ ജീവജാലങ്ങൾക്കും സാധിക്കും. ഇന്ദ്രിയത്തിൻ്റെ നമുക്കുള്ള ഈ 5 ഇന്ദ്രിയത്തിന് പുറമേ ഒന്നുകൂടെ ഉണ്ട് അവർക്ക്. അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. നമ്മളെക്കാൾ ഒട്ടും പുറയിലല്ല ഒരു ജീവി. കാരണം നമുക്ക് ഈ 6ാമത്തെ ഇന്ദ്രിയം പ്രവർത്തിക്കാത്തതിൻ്റെ ഒരു പോരാഴികയുണ്ട്. നമ്മൾ എന്ത് പ്രകൃതി ദുരന്തം ഉണ്ടായാലും മനുഷ്യനാണ് ഏറ്റുവാങ്ങുന്നത്. മനുഷ്യനിൽ ഇതുണ്ട്, ശ്രദ്ധിക്കാതെയാണ്. നല്ലപോലെ ശ്രദ്ധിച്ചാൽ എല്ലാ പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ എല്ലാ മനുഷ്യനും സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. മനസ്സ് ദിവസവും 15 മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ മതി. അതിന് ചെയ്യേണ്ടത്, അവനവൻ്റെ പൾസിലേക്ക് ശ്രദ്ധിക്കുക. പൾസ് നമ്മൾ കൈവയ്ക്കാതെ നമ്മൾ ചെവിയിൽ കേൾക്കുന്നൊരവസരം വരും. അതിനുള്ള ടെക്നിക്കുണ്ട്. അതിനെ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ഇല്ലെങ്കിൽ ശ്വാസം വലിക്കുന്ന മൂക്കിലേക്ക് ശ്വാസം വലിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഇത്ര മാത്രം ശ്രദ്ധിച്ച് 15 മിനിറ്റ് ഇരുന്നാൽ മതി. നാട്ടിൽ നിവർന്നിരിക്കണം. നിശ്ചയമായിട്ടും മാറ്റം വരും. വലിയ അസുഖങ്ങളായിക്കോട്ടെ, അതൊക്കെ തനിയെ മാറിപ്പോകും. തനിയെ നമ്മളിൽ നിന്ന് വിട്ടകന്നു പോകും. ക്യാൻസർ പോലും മാറിപ്പോകും. ഇത് എന്തിനും മരുന്നുണ്ട് എന്നുള്ളൊരു ഒരു വിശ്വാസം കൊണ്ടാണ് ഈ സ്വന്തം ആരോഗ്യം നോക്കുന്ന അറിവ് പോലും മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്നത്. ചിന്തയില്ലാത്തതുകൊണ്ടാണ്. അത് ഈ തലമുറയെങ്കിലും പഠിപ്പിച്ചെടുക്കണം, ഈ വരും തലമുറയെങ്കിലും. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്യാവുന്നതൊക്കെ ചെയ്യണം.
അങ്ങനെയാണ് നമ്മളുടെ ഒരു സമൂഹം ഉണർന്നു വരേണ്ടത്. ആശുപത്രിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനോടുകൂടി രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. അതാണ് കണ്ടുവരുന്നത്. നമ്മളുടെ ഭക്ഷണക്രമവും ചിട്ടപ്പെടുത്തലും പ്രകൃതിയുമായിട്ടുള്ള ഇണങ്ങിച്ചേരലും ആറാമത്തെ ഇന്ദ്രിയം ഉണർന്നു വരും ക്രമേണ. ഒരു കൊല്ലം പ്രകൃതിയുമായിട്ട് ഒന്ന് ഇണങ്ങി ജീവിച്ചാൽ മതി. ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വലിയ മാറ്റം വരും. ഒരു ബോധം അഡീഷണൽ വരുന്നതായിട്ട് അറിയാം. മുൻകൂട്ടി അറിയാൻ പറ്റും പല കാര്യങ്ങളും. റേക്കിയെക്കുറിച്ചും പ്രാണിഹീലിങ്ങിനെക്കുറിച്ചും ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. അതിൻ്റെ ബാക്കി എന്നവണ്ണം ഇതിൽ നമ്മൾ ഈ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളൊരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വിധമാണ് പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ആദ്യം തന്നെ ചെയ്യാം. ഈ റേക്കിക്ക് വേണ്ടിയിട്ട് ചില സിമ്പിളുകളെക്കുറിച്ച് പറഞ്ഞു. ഈ സിമ്പിളുകൾക്കൊരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഊർജം, അതായത് ജൈവോർജം. അതായത് ഒരു കമ്പ് നാട്ടിയാൽ വേര് താഴോട്ടും ഇരുട്ടിലേക്കും അതിൻ്റെ കിളിപ്പ് മുകളിലേക്കും സൂര്യനെയും ലാക്കാക്കി വളരും എന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. അത്ഭുതമല്ലേ? ചിന്തിച്ചാൽ എല്ലാം അത്ഭുതമാണ്. ഇതുപോലുള്ള ഇതിന് ഉള്ള ആ ഒരു രീതി നമ്മളിലും ഉണ്ട്, മനുഷ്യനിലുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. ആ മനസ്സിൻ്റെ ആ നില നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്കത് എന്താണെന്ന് മനസ്സിലാവും. അതുമായിട്ട് യോജിച്ച് ചിന്തിക്കാൻ കഴിയണം. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം. ഈ സിമ്പലുകൾ കാര്യം പറഞ്ഞു. ഓം പറയും. നമ്മൾ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ തുടക്കത്തിൽ വേറൊരു ശബ്ദ ധ്വനി, ഒരു ശബ്ദം ഓം എന്നുള്ള നീണ്ട് ഉള്ള അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ആദ്യം ക്വാർക്കുകൾ, അത് കഴിഞ്ഞിട്ട് ആറ്റംസ്, മോളിക്യൂള്, പിന്നെ ഇങ്ങനെ വസ്തുക്കളായിട്ട് ഡെവലപ്പ് ചെയ്ത് തന്നു. കോടിക്കണക്കിന് വർഷമെടുത്തു ഒരു രൂപം പ്രാപിക്കാൻ. ഇതേ ആ ഒരു പരിണാമമാണ് നമ്മളിൽ ഈ 9 മാസം കൊണ്ട് അമ്മയുടെ വയറ്റിലുണ്ടാകുന്നത്. ഇതേ ചേഞ്ചാണ്. ആ ചേഞ്ച് ഈ 9 മാസം കൊണ്ട് വീണ്ടും ആവർത്തിക്കുകയാണ് ആദ്യം മുതലുള്ളത്. ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മളിലൊരു ഒരു 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 നമ്മളെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടായി വരും. ഈ രീതിയിൽ ചിന്തിക്കാമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം എന്ന് നമ്മൾ അറിഞ്ഞു തുടങ്ങും. മറ്റൊരാൾ പറയുന്നതല്ല നമ്മൾ സ്വീകരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള നമ്മളിൽ ഉയർന്നു വരണം ആശയങ്ങൾ. എന്ത് വേണം നമ്മൾ തിരഞ്ഞെടുക്കണം. അതായത് രാമായണത്തിൽ പറയുന്ന കഥ അതുപോലെ കേട്ട് അതും കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടന്ന് അതിനകത്ത് കഥയ്ക്കകത്ത് പറയുന്നത് അനുകരിക്കുകയല്ല വേണ്ടത്. അതൊരു ആളുടെ ഭാവനയിൽ തോന്നിയതാണ്. അതിൽ അയാളുടെ ആത്മാംശം അടങ്ങിയിട്ടുണ്ടാവും, പ്രകൃതി നിയമങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അയാൾ കണ്ടെത്തിയ അതീന്ദ്രിയ ധ്യാനത്തിലൂടെ കണ്ടെത്തിയ ജീവിത സത്യങ്ങളുണ്ട്, പ്രപഞ്ച സത്യങ്ങളുണ്ട്. അത് ഉൾക്കൊണ്ട് നമുക്ക് യോജിക്കുന്ന രീതിയിൽ അങ്ങ് രൂപപ്പെടുത്തിയെടുത്താൽ മതി. അങ്ങനെയൊരു രീതിയിൽ മുന്നേറുമ്പോൾ നമുക്ക് ഈ പ്രകൃതി എന്തോ നമ്മെ പഠിപ്പിക്കുന്നത് മനസ്സിലാവും. ആ പഠനമാണ് റേക്കിയും പ്രാണിക് ഹീലിങ്ങും. അത് കവിഞ്ഞൊന്നുമല്ല. ഈ റേക്കി എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിനെ ഉയർത്താനാണ്. ആറാമത്തെ ഇന്ദ്രിയത്തെ ഒന്ന് ഉണർത്തിയെടുക്കാനാണ്. നമ്മളിൽ അതൊന്ന് ഉണർത്തിയെടുക്കുക നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരാളിനെ കാണുമ്പോൾ തന്നെ ഒരു ഉൾക്കാഴ്ച ഉണ്ടാവും ആളിനെക്കുറിച്ച്. ഇത് പഠിച്ച ഒരാളിന്, പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളിന് ആ കാഴ്ചയാണ് അയാളെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് അയാളറിയില്ല. അയാളുടെ സംസാരത്തിലുണ്ട്, ആ നിപ്പിലുണ്ട്, ഇരിപ്പിലുണ്ട്, കയ്യിലേക്ക് വെപ്പിലുണ്ട്, ഒരു കാര്യത്തോടുള്ള പ്രതികരണത്തിൻ്റെ രീതി കൊണ്ടുണ്ട്. ഇതൊക്കെ കൂടെ വെച്ചിട്ടൊരു ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ശരീരത്തിൽ ഏത് ചക്രയ്ക്കാണ് വീക്ക്നെസ് അല്ലെങ്കിൽ പൊരുത്തക്കേട്, ജീവിതമായിട്ട് യോജിച്ച് പോകാൻ വയ്യാത്ത ഒരു വൈകാരിക അവസ്ഥയിൽ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ആ ചക്രയിലേക്ക് നമ്മൾ ഊർജ്ജം അപ്ലൈ ചെയ്യും. അതായത് ഒരു ജൈവോർജ്ജം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അവിടെയുള്ള ആ ഊർജത്തിൻ്റെ ആ ഒരു സ്ഫുരണം നമുക്ക് തന്നെ എടുത്ത് മാറ്റിക്കളയും.
നമ്മളുടെ കൈയുടെ ഒരു പ്രത്യേകത കൊണ്ടും നമ്മൾ മനസ്സുകൊണ്ടും കൂടി അതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ പ്രയോഗിക്കുന്നത് അവിടെ നിലനിർത്തും, അതവിടെ സ്ഥിരപ്പെടുത്തും. അങ്ങനെ 7 ചക്ര, മെയിൻ ചക്ര, 110 ചക്ര ഉണ്ട്. 7 ചക്ര നമ്മൾ ശരിക്ക് ചക്രയുടെ പ്രവർത്തനം നിയന്ത്രിക്കുക. ഈ ചക്ര എന്ന് പറഞ്ഞാൽ ഊർജ ചലനമാണ്. അതായത് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് ഈ മർമ്മങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് 7 അത് നട്ടലിൻ്റെ ഏറ്റവും താഴെ മുതൽ മുകളിൽ വരെയാണ്. അപ്പോൾ അത് നമ്മൾ ആ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും പ്രവർത്തിപ്പിക്കുന്ന ഈ നട്ടലിനകത്തോട്ട് പോകുന്ന ആ ഒരു ഊർജ പ്രവാഹമാണ്. നട്ടിൽ വളഞ്ഞിരിക്കുന്ന ഒരാളിൽ ഒരിക്കലും നല്ല ചിന്ത വരികയില്ല. അയാൾ നിവർന്നിരിക്കണം എപ്പോഴും. കൂഞ്ഞൊരാളോ ഇരിക്കുകയാണെങ്കിൽ അയാളുടെ ശരിയായ രീതി ചിന്തിക്കുന്നില്ലെന്ന് 100% നമുക്ക് ഉറപ്പ് വയ്ക്കാം. അയാളുടെ ചിന്ത പോകുന്നത് ശരിയായ വഴിക്കല്ല. അങ്ങനെ ഒരാൾ ഇരിക്കുകയില്ല, നിവർന്നിരിക്കണം ആദ്യം. അത് ശീലിച്ചാൽ മതി. നമ്മളൊരു ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ഇരിക്കുന്നവൻ ഇതെല്ലാം അന്വേഷിച്ചിരിക്കുന്നവരാണ്, വലിയ തലത്തിലിരിക്കുന്നവരൊക്കെ. അവരെ ഒന്നും പറയുകയോ ഭാവിക്കുകയോ ചെയ്യലെന്നേ ഉള്ളൂ. അവിടെ ചെന്ന് ഇരിപ്പ് കൊണ്ട് തന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ അയാൾ നോട്ട് ചെയ്യും. ആ ഇരിപ്പ് കൊണ്ട് തന്നെ ചിലപ്പോൾ അപ്പോഴേ കാര്യങ്ങൾ തീരുമാനിക്കും. അത് പുറത്ത് പറയലെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ ഈ വാക്കിലും അർത്ഥങ്ങൾ തന്നെയൊന്നുമല്ല, നമ്മളുടെ ചിന്തയുടെ വഴി മറ്റൊരാളോടും നമ്മൾ പ്രകടിപ്പിക്കുകയില്ല. നമുക്ക് ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയുമെന്നുള്ളതല്ലാതെ ശരിയായ ചിന്ത ഒരിക്കലും ആരും പുറത്ത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ചെയ്യില്ല. ആ ചിന്ത മനസ്സിലാക്കുന്നതിലൂടെയാണ് നമ്മൾ ഒരാളെ അളക്കുന്നത്. ആ അളക്കാനുള്ള ശേഷിയാണ് നമ്മൾ ഈ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്നുണ്ടാകുന്നത്. ഇത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇപ്പം തന്നെ എപ്പോഴും മറ്റുള്ളവരോടുള്ള ഒരു പക വെച്ച് പുലർത്തുന്നവരുടെ ബോഡി ലാംഗ്വേജ് കാണും പറയുക. അയാൾ ഒരാളോട് ഉപയോഗിക്കുന്ന വാക്കുകളുണ്ടറിയാം, അവിടെങ്കിലും ഇരിക്കുന്നുണ്ട് അറിയാം, അയാളുടെ നോട്ടത്തിലറിയാം, ഭാവത്തിലറിയാം. ഇത് നമ്മൾ പഠിക്കുന്നത് ഈ അതീന്ദ്രിയ തലത്തിലുള്ള പ്രവർത്തനം കൊണ്ടാണ്. ഈ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇതിനനുസരിച്ച് ഇത് കറക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ രോഗത്തിനൊന്നും ചികിത്സിക്കുക. രോഗം അയാളെ എപ്പോഴും ക്ഷണിച്ചുകൊണ്ടിരിക്കുക. മരുന്ന് കൊടുത്ത് അസുഖം മാറ്റിയാലും അങ്ങ് വീണ്ടും വരും. ഇത് അയാളുടെ ആ ചിന്ത, അയാളുടെ ആ വ്യക്തിത്വത്തിൽ ചേഞ്ച് വരുത്തുക ചെയ്യുന്ന റേക്കി ഹീലർ അല്ലെങ്കിൽ പ്രാണി ഹീലർ. അയാളുടെ ആ വ്യക്തിത്വത്തിലുള്ള ആ പേശക്, ആ പോരാഴിക, ആ കഴിവുകൾ, ആ അറിവുകൾ, അത് പരിഹരിക്കാനുള്ളൊരു ഊർജ്ജ തലത്തിലുള്ളൊരു ചേഞ്ചാണ് വരുന്നത് ബോഡിയിൽ. ആ ചേഞ്ചിലൂടെ അയാൾ അങ്ങനെ ആ പ്രകൃതത്തിൽ മാറ്റം വരുമ്പോൾ അസുഖം തന്നെ മാറിപ്പോകും. അസുഖത്തിനൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ചെയ്യുന്നത് ആ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കി അതിൽ ചേഞ്ച് വരുത്തുകയാണ്, കറക്ഷൻ വരുത്തുകയാണ് ചെയ്യുന്നത്. ഈ ചേഞ്ചാണ് ആ രോഗത്തിൽ മുക്തി നേടാനും ആരോഗ്യം വരാനും. ഒരു രോഗത്തിനും ചെയ്യുമ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ്, ഒരു രോഗമേ പറഞ്ഞു കാണുള്ളൂ, ഇത് തന്നെ ശരിയാവുമോ അറിയത്തില്ല, തൊടുന്നില്ല, മരുന്നൊന്നുമില്ല, പിന്നെ എങ്ങനെ ശരിയാകാനാണെന്ന് ചിന്തിക്കും. ഈ ഒരു രോഗത്തിൻ്റെ പേര് പറഞ്ഞ് പല രോഗങ്ങളുള്ള ആളായിരിക്കും. അത് കഴിഞ്ഞ് അവർ പറയും ഒരു രോഗത്തിന് ചെയ്യുമ്പോൾ അന്നുവരെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഒരുപോലെ പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. അത് പറയുന്നു, അവരത് തുറന്ന് പറയും. ധാരാളം പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ഒരു രോഗമേ അവർ പറയുള്ളൂ, ഇത് തന്നെ വിശ്വസിച്ചല്ല പറയുന്നത്, വിശ്വസിക്കുകയൊന്നും വേണ്ട. അതായത് നമ്മൾ ഭക്ഷണമെന്ന് അറിഞ്ഞില്ലെങ്കിലും അകത്തോട്ട് വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ അത് ചെന്ന് കഴിഞ്ഞാൽ വിശപ്പ് മാറുമെന്ന് പറഞ്ഞ പോലെ ഈ ഒരു ചേഞ്ച് ചക്രാസിൽ വരുത്തുന്നതിലൂടെ, ബോഡിയിൽ വരുത്തുന്ന ഈ ഊർജ്ജ തലത്തിൽ വരുന്ന മാറ്റത്തിലൂടെ നാഡീ സിസ്റ്റം ഒന്ന് മാറ്റി പ്രവർത്തിക്കും, താളം ഒന്ന് മാറ്റും. നാഡീ സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ ഉൾപ്പെട്ട നട്ടെല്ലിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലൂടെയും ശരീരത്തെ നിയന്ത്രിക്കുന്ന ആ നിയന്ത്രണം മുഴുവൻ നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്യും. അതിന് വേണ്ടിയിട്ട് അതിസൂക്ഷ്മ ഘടകങ്ങളായ ഈ മാറ്റം, ഈ ഊർജ്ജതലത്തിലുള്ള മാറ്റം ഉപയോഗിക്കുന്നതാണ് റേക്കിയും പ്രാണി ഹീലിങ്ങും. പ്രാണി ഹീലിംഗ് തൊടുകയേ വേണ്ട, ഒരു കാര്യവും തൊടണ്ട. റേക്കി പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് തൊട്ട് ചെയ്യുന്നുണ്ട്, തൊടാതെയും ചെയ്യാവുന്ന കാര്യമാണത്. അത് പല രീതിയിലുള്ള മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ വരുന്നത് സ്വഭാവത്തിലുമൊക്കെ.
അതുപോലെ ലഹരി പദാർത്ഥങ്ങളോട് അമിതമായ കീഴ്പ്പെടൽ, അതൊക്കെ മാറ്റിയെടുക്കാം. സ്വഭാവ വൈകല്യങ്ങൾ മാറ്റാൻ പറ്റും. ഇതൊക്കെ 25 കൊല്ലമായിട്ട് ചെയ്യുന്ന എനിക്കറിയാം. ഇതെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ജനിച്ചപ്പോഴേ നാഡീ സംബന്ധമായ പ്രശ്നമുള്ള എഴുന്നേൽക്കാതിരുന്ന കുട്ടി 3.5 വയസ്സിൽ ഞാൻ എഴുന്നേൽപ്പിച്ച് വിട്ടു. അവൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. അതുപോലെയുള്ള ചേഞ്ചുകൾ നമുക്ക് വരുത്താൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രാഥമികമായിട്ട് നട്ടൽ നിവർത്തി ഇരിക്കാൻ പഠിക്കുക ആദ്യം. അങ്ങനെ നട്ടൽ നിവർന്ന് ഇരിക്കാവൂ എന്ന ഒരവസ്ഥയിലുള്ള 2-3 ആസനങ്ങളുണ്ട്. ഒന്ന് പത്മാസനം. അതൊന്ന് നല്ലപോലെ ഒന്ന് ശ്രമിക്കാമെങ്കിൽ 1 മാസം കൊണ്ട് ആർക്കും ഇരിക്കാം. ഏത് പ്രായത്തിലുള്ളവർക്കും ഇരിക്കാം. കൊച്ചുകുട്ടികൾ 15 വയസ്സിന് താഴെയുള്ളവരെ ഈസിയായിട്ട് അപ്പോഴേ ഇരിക്കും ആദ്യം തന്നെ. അതിന് മുകളിലുള്ളവർ ചിലപ്പോൾ അല്പം ശ്രമം എടുക്കേണ്ടി വരും. ഒരു 70 വയസ്സുള്ള ആൾ ചെയ്യണമെങ്കിൽ ഒരു 2 മാസം പ്രാക്ടീസ് ചെയ്യണം. 70 വയസ്സുള്ള ആളിനും 75 വയസ്സൊക്കെ ഉള്ള ആൾ നന്നായിട്ട് പത്മാസനത്തിരിക്കും. പത്മാസനം, സിദ്ധാസനം, വജ്രാസനമൊക്കെ വളരെ നല്ലതാണ്. ഈ നിസ്കാരത്തിന് ഉപയോഗിക്കുന്ന വജ്രാസനമാണ്. വജ്രാസനം വളരെ ഗുണം ചെയ്യുന്നതാണ്. പത്മാസനം, വജ്രാസനം, സിദ്ധാസനം, ഇത്രയും 3 ആസനങ്ങൾ ശരിക്കും ചെയ്യാമെങ്കിൽ, ഭദ്രാസനം എന്ന് പറഞ്ഞുകൊണ്ട് അതും വേണേൽ ചെയ്യാം. അതും അടുത്തടുപ്പിച്ച് ഗുണമുള്ളതാണ്. ഇത്രയും ഒന്ന് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ ചെയ്തില്ലെങ്കിൽ അതോടൊപ്പം ഇത് പ്രാക്ടീസ് ചെയ്യാൻ 2 കൂടെ ഒന്നിച്ചാവാം. ഇത് പെട്ടെന്ന് സാധിക്കുന്നതാണ്. ഈ ആസനങ്ങൾ ഏതെങ്കിലും ഒന്ന് മതി. വളരെ അല്ലെങ്കിൽ സുഖാസനം, വളരെ ചെമ്പറക്കോട്ടിട്ട് ഇരിക്കാമെന്ന് കേട്ടിട്ടില്ല. അതാണ് സുഖാസനം. അത് കവിഞ്ഞൊന്നുമില്ല. ഇത്രയും ഒന്ന് ചെന്നിട്ട് മനസ്സൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു വസ്തുവിലേക്ക്, നമുക്ക് നമ്മുടെ കൈ വെള്ളകളിലേക്ക്, കൈ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പെരിയൊന്ന് മലർത്തി പിടിച്ച് 2 കൈയും കൂടി ചേർത്ത് പിടിച്ചാവാം ആദ്യം. എന്നിട്ട് അതിലേക്ക് നമ്മൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഊർജം ഭാവനാരൂപേണ ചോർത്തിയെടുക്കും. കളറോടെയും കളറില്ലാതെ ആവാം. പല കളറുകൾ കിട്ടും ഊർജം. അങ്ങനെ നമ്മൾ കയ്യിൽ വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ വന്ന് അത് കുറച്ച് ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ കയ്യിൽ ഊർജം വരും. അത് നമുക്ക് നമ്മളിലേക്ക് പ്രയോഗിക്കാം. 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് നമ്മളിലേക്ക് ആ കണക്ഷൻ വരും. അത് കയ്യിൽ വന്ന് കഴിയുമ്പോൾ നമ്മളുടെ മർമ്മസ്ഥാനങ്ങളിലോ നമ്മളുടെ അവയവങ്ങളിലെല്ലാം വയ്ക്കും. ഏറ്റവും ആദ്യമായിട്ട് സഹസ്രാര പത്മത്തിൽ 2 കൈയും നമ്മൾ തന്നെ വയ്ക്കും. വെറുതെ കഴിക്കുകയല്ല, കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. കൈയിലേക്ക് വെള്ളം ഒഴിക്കുക. എന്തെങ്കിലും കഴിക്കാനുള്ള ഒഴിക്കാൻ വേണ്ടി കൈ കൂട്ടിപ്പിടിക്കുകയല്ലേ, അതുപോലെ പിടിച്ചാൽ മതി. പിടിച്ചിട്ട് അങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ പിടിക്കേണ്ട. അല്പം ഒരു കറുണ്ടാക്കിയാൽ മതി. കൈവിരലുകൾ കൂട്ടി കൈവെള്ളയ്ക്ക് ഉച്ചിയിൽ അത് വയ്ക്കണം, ചേർത്ത് കൈ നമ്മൾ ചേർത്ത്. ആ ഒരു സങ്കല്പം നമ്മളുടെ കൈയിലേക്ക് വരുന്നു എന്നുള്ള ആ സങ്കല്പം നിലനിൽക്കട്ടെ. അങ്ങനെ കുറേ സമയം 3 മിനിറ്റ് വയ്ക്കുക. അങ്ങനെ 3 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ആ കയ്യെ പെറ്റിയെ പൊക്കാതെ ഇവരൊക്കെ 2 കണ്ണിനും അതുപോലെ പിടിക്കണം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം അടുത്ത ദിവസം. അത് കഴിഞ്ഞ് ആ 2 കൈയും 2 ചെവിക്ക് വയ്ക്കണം. അത് ഒരു കൈ നെറ്റിക്കും മറു കൈ പുറകുവശത്തുമായിട്ട് വയ്ക്കണം, ഓപ്പോസിറ്റ് സൈഡിലായിട്ട്. കഴുത്തേൽ ഒരു കൈത്തിന് മുമ്പിലും മറ്റു പുറകിലും. നെഞ്ചും കുഴിയിൽ, പിന്നെ പൊക്കളിന് മുകളിൽ ഇങ്ങനെ താഴേക്ക്, പിന്നെ സസ്ചക്രായിൽ, പിന്നെ തുടകളിൽ, കാൽമുട്ടുകളിൽ, കണങ്കാലുകളിൽ, പിന്നെ കാൽപാദങ്ങളിൽ. എന്നിട്ട് നട്ടിലിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് നമ്മൾ കൈ 2 പുറകോട്ട് വെച്ചിങ്ങനെ താഴെയുള്ള ഭാഗത്ത് കൈ ചേർത്ത് വയ്ക്കണം. ആ ശക്തി അതിൽ നിന്ന് വരുന്നുണ്ട്. നമ്മളുടെ ആ ഒറ്റ സങ്കല്പം തന്നെ കണക്ഷനായി കഴിഞ്ഞു. നട്ടിൽ നിവർന്നിരിക്കണം, കുനിയരുത്.
ആ ആ കൈയിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അങ്ങനെ അവിടെ 3 മിനിറ്റ്. പിന്നെ കുറച്ചുകൂടെ പൊക്കത്തിൽ ഒന്നുകൂടെ വയ്ക്കാം. പിന്നെ വയ്ക്കാൻ പറ്റുകയില്ലെങ്കിൽ കൈയുടെ കഴുത്തിൻ്റെ പുറകെ കിടന്ന് താഴോട്ട് കൈ ഇട്ട് 2 കൈയും താഴെ മുകളിലോട്ട് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നെഞ്ചിൻ്റെ 2 സൈഡിലും ഓരോ കൈ വെക്കുക. ഇങ്ങനെ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ 3 മിനിറ്റ് എടുക്കുമ്പോഴേക്ക് 3 മിനിറ്റ് കൂടി കുഴപ്പമില്ല. ഞാൻ ആദ്യം പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞാൻ 5-6 മിനിറ്റ് എടുക്കുമായിരുന്നു. 3 മിനിറ്റ് എന്നുള്ള കൂടിപ്പോയാൽ കുഴപ്പമില്ല, കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. അതിൽ കാലതാമസം വരുമെന്നേ ഉള്ളൂ. ആ ക്ലോക്കിൻ്റെ ഒരു ടൈം പീസിൻ്റെ ഇത് ഏതെങ്കിലും ക്ലോക്കോ കൊണ്ട് വെച്ചിരുന്ന ഇടയ്ക്കൊന്ന് കണ്ണു തുറന്ന് നോക്കണം, കണ്ണടച്ചിരിക്കണം. ഇടയ്ക്കൊന്ന് നോക്കിയാൽ കുഴപ്പമില്ല ഉദ്ദേശം വരുമ്പോൾ. അല്ലെങ്കിൽ കൂടിപ്പോയാൽ കുഴപ്പമില്ല. അതാണ് ഏറ്റവും നല്ലത്. ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മളൊരു 1.25-1.5 മണിക്കൂറൊക്കെ ഇരുന്ന് സമയം പോകുന്നത് അറിയില്ല. അതിൻ്റെ സിമ്പിൾ മെത്തേഡാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു രീതിയാണിത്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ കാണിച്ചു തരാം, അപ്പോൾ കൂടുതൽ മനസ്സിലാകും. ഇതാണ് റെയ്ക്കിയുടെ പ്രാക്ടീസിങ്ങിൻ്റെ ആദ്യം ചെയ്തു തുടങ്ങേണ്ടത്. അതെന്താണെന്ന് കുറച്ചുകൂടി വിശദമായിട്ട് അടുത്ത ദിവസം ഒന്നുകൂടി അത് പറഞ്ഞു തരാം. ഈ സിമ്പലുകളുടെ ഉപയോഗമുണ്ട്, അതൊക്കെ പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴാണ്. കളറുകളുടെ ഉപയോഗമുണ്ട്, അതൊക്കെ മുന്നോട്ട് വരുമ്പോൾ. ഈ രീതിയിൽ നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പാടില്ലാത്തത്ര അത്ര വിപുലമായ മാറ്റം നമ്മളിൽ വരുന്നത് കാണാം 21 ദിവസം കൊണ്ട് കൃത്യമായിട്ട് ചെയ്താൽ. ഈ 21 ദിവസത്തേക്ക് മാത്രം മത്സ്യവും മാംസവും മുട്ടയൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഒഴിവാക്കിയില്ലെങ്കിലും ഡെവലപ്മെൻ്റ് ഉണ്ടാവും, അല്പം കൂടെ സ്ലോ ആയിരിക്കുന്നേ ഉള്ളൂ. അല്പം സ്ലോ ആണെങ്കിൽ മാറ്റം വരും, കാര്യമായ മാറ്റം വരും. ഇത് കൂടുതൽ അതിൻ്റെ പ്രവർത്തനവും സിമ്പിളിൻ്റെ ഉപയോഗം അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഞാനത് തരാം. താല്പര്യമുള്ളവർ ഇത് ചെയ്യാൻ ശ്രമിക്കുക. സംശയമുള്ളവർ വിളിച്ച് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.